വെൽക്കം ടു ഫിലി ടോക്സ്. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഒരു മലയാളം ത്രില്ലർ സിനിമയാണ്. കഥ തുടങ്ങുന്നത് രാത്രിയിലെ ഒരു കൊലപാതകത്തിലൂടെയാണ്. ജസ്റ്റിസായ വാസുദേവൻ എന്നയാളുടെ കൊലപാതകത്തിലൂടെ. കൊന്നതിന് ശേഷം കൊലയാളി അയാളുടെ വായിൽ ഒരു ചകിരി കഷ്ണം തിരികെ കയറ്റി വയ്ക്കുന്നു. കേസ് അന്വേഷിക്കുന്ന പോലീസ് അന്ന് രാത്രി വാസുദേവനെ ക്ലബിൽ നിന്നും വീട്ടിലാക്കിയ വാസുദേവൻ്റെ സുഹൃത്തായ കുവൈറ്റ് മണി എന്നയാളെ സംശയിക്കുന്നു. എന്നാൽ അയാളല്ല ഇത് ചെയ്തതെന്ന് അയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ പോലീസിന് മനസ്സിലാവുന്നു. പിന്നീട് പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ ജസ്റ്റിസ് ജീവപര്യന്ത ശിക്ഷയ്ക്ക് വിധിച്ച ശിക്ഷ കഴിഞ്ഞിറങ്ങിയ ഒരാളായിരിക്കാം കൊലയാളി എന്ന നിഗമനത്തിലെത്തുന്നു. എന്നാൽ അയാൾ അന്വേഷിച്ചു പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് അയാൾ ജയിലിൽ നിന്നിറങ്ങി 3 മാസം കഴിഞ്ഞ് മരിച്ചുപോയെന്ന്. വീണ്ടും അന്വേഷണം വഴിമുട്ടുന്നു. കൊലയാളി അടുത്തതായി കുവൈറ്റ് മണിയെ കൊല്ലുന്നു. അയാളുടെ വായിലും ചകിരി തിരികെ വയ്ക്കുന്നു. പിന്നീട് ഈ കേസ് ഏറ്റെടുക്കുന്നത് ഹരിദാസ് ദാമോദർ എന്ന ഓഫീസറാണ്. ആ കഥാപാത്രം അവതരിപ്പിക്കുന്നത് നമ്മുടെ മമ്മൂക്കയാണ്. ഹരിദാസ് കേസിനെക്കുറിച്ച് തൻ്റെ ഭാര്യയോട് സംസാരിക്കുന്നു. ഭാര്യയുമായുള്ള സംസാരത്തിൽ കൊല്ലപ്പെട്ടവരെല്ലാം മധ്യവയസ്കരാണെന്നുള്ളതും അവരുടെ വായിൽ കാണപ്പെട്ട ചകിരിയെപ്പറ്റിയും ഹരിദാസ് കാര്യമായി ചിന്തിക്കുന്നു. കൊലയാളിക്ക് സ്വന്തം അച്ഛനോടുള്ള പ്രതികാരം കൊണ്ടായിരിക്കുമോ കൊലയാളി മധ്യവയസ്കരെ കൊല്ലുന്നതെന്നും അവരെ അഭിമാനിക്കാനാണോ ചകിരി അവരുടെ വായിൽ വെക്കുന്നതെന്നും ഇതൊരു സൈക്കോപാത്താണോ എന്നും ഭാര്യ സംശയം ഉന്നയിക്കുന്നു. ഹരിദാസ് ഇതേ രീതിയിൽ മുൻപ് കൊല്ലപ്പെട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു. അന്വേഷണത്തിൽ ബോംബെയിൽ വെച്ച് കൊല്ലപ്പെട്ട റൊസാരിയോ ഫെർണാണ്ടസ് എന്ന വ്യക്തി ഈ രീതിയിലാണ് കൊല്ലപ്പെട്ടതെന്ന് കണ്ടെത്തുന്നു. റൊസാരിയോയെക്കുറിച്ച് അന്വേഷിക്കുന്ന ഹരിദാസ് റൊസാരിയോയുടെ ഭാര്യയായ ശ്രീദേവിയും മരണപ്പെട്ടതായി അറിയുന്നു. റൊസാരിയോയുടെയും ശ്രീദേവിയുടെയും മകനായ ക്രിസ്റ്റഫറിന് മാനസികമായ പ്രശ്നങ്ങളുണ്ടെന്നും മനസ്സിലാക്കുന്നു. അയാൾ ഭ്രാന്താശുപത്രിയിൽ നിന്നും ചാടിപ്പോയതാണെന്ന് അറിയുന്നു. ഹരിദാസ് ക്രിസ്റ്റഫറിനെ അറസ്റ്റ് ചെയ്ത് ഭ്രാന്താശുപത്രിയിൽ തന്നെ തിരികെ ചികിത്സയിൽ പ്രവേശിപ്പിക്കുന്നു. എല്ലാം അവസാനിച്ചു എന്ന് നിൽക്കുന്ന സമയത്താണ് സിനിമയുടെ ഗതി മാറുന്നത്. ഇതെല്ലാം ചെയ്യുന്നത് ക്രിസ്റ്റഫറാണോ? ബാക്കി നിങ്ങൾ സിനിമ കണ്ടു തന്നെ അറിയുക. 1990 പത്മരാജൻ്റെ തിരക്കഥയിൽ ജോഷി സംവിധാനം ചെയ്ത് റിലീസായ സിനിമയാണ്. സിനിമയുടെ പേര് ഈ തണുത്ത വെളുപ്പാങ്കാലത്ത്. സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. സിനിമയിലെ എടുത്തു പറയേണ്ട ഘടകം സിനിമ തുടങ്ങി 5-10 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മളെ സിനിമയിലേക്ക് ഹുക്ക് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ്. കഥ പറയാൻ ആവശ്യമുള്ള സീനുകൾ മാത്രമേ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അനാവശ്യമായി ഒരു സീനും സിനിമയിലില്ല. അതും എടുത്തു പറയേണ്ട മറ്റൊരു ഘടകമാണ്. മലയാള സിനിമയിലെ ലെജൻസായ അഭിനേതാക്കളിൽ നിറഞ്ഞു നിൽക്കുന്ന സിനിമയാണിത് എന്നും കൂടി പറയാം. മമ്മൂട്ടി, സുരേഷ് ഗോപി, MG സോമൻ, നെടുമുടി വേണു, മുരളി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി സിനിമയിലുണ്ട്. ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. മലയാളത്തിൽ ഇതിനു ശേഷവും ഈയിടയ്ക്കും ഇറങ്ങിയ ത്രില്ലർ സിനിമകളുമായി ഈ സിനിമയ്ക്ക് സാമ്യം തോന്നാൻ ഇടയുണ്ട്. അടുത്ത വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. നിങ്ങൾ കണ്ടിട്ടുള്ള ഗംഭീരമായ സിനിമകൾ, മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്ന സിനിമകൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു സിനിമയായി വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഓഫ് ഫിലി ടോക്സ്.